എല്ലാ കൂട്ടുകാർക്കും മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ചോദ്യം: അനുനാസിക അതിപ്രസരം ഏതു സന്ധിയാണ്? ഉത്തരം: ആദേശസന്ധി. അടുത്ത ചോദ്യം: കുട്ടികൾക്ക് അത്ര പുസ്തകങ്ങൾ കൊടുക്കരുത്. ഇതിൽ അത്ര ഏത് വിഭാഗത്തിൽ പെടുന്നു? ഉത്തരം: തദ്ധിതം. അടുത്ത ചോദ്യം: നോം ചോംസ്കിയെ പരിചയപ്പെടുത്തി മലയാളത്തിലുണ്ടായ പുസ്തകത്തിൻ്റെ രചയിതാവ് ആര്? ഉത്തരം: TB വേണുഗോപാലപ്പണിക്കർ. 1987 നോം ചോംസ്കി എന്ന പേരിൽ ഒരു കൃതി രചിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം: വിജ്ഞാനം മലയാളം പോപ്പുലർ എൻസൈക്ലോപീഡിയ ആരുടെ കൃതിയാണ്? ഉത്തരം: മാത്യു M. കുഴിവേലി. അടുത്ത ചോദ്യം: സാഹിത്യചരിത്രം പ്രസ്ഥാനങ്ങളിലൂടെ ആരുടെ ഗ്രന്ഥമാണ്? ഉത്തരം: KM ജോർജ്. അടുത്ത ചോദ്യം: പുരാണിക് എൻസൈക്ലോപീഡിയ ആരുടെ കൃതിയാണ്? ഉത്തരം: വെട്ടം മാണി. അടുത്ത ചോദ്യം: കഥകളി വിജ്ഞാനകോശം ആരുടെ കൃതിയാണ്? ഉത്തരം: ഐമനം കൃഷ്ണക്കൈമൾ. അടുത്ത ചോദ്യം: മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണം വർത്തമാന പുസ്തകമാണെന്ന അഭിപ്രായം അടുത്ത കാലത്ത് പോൾ മണലിൽ ചോദ്യം ചെയ്തു. ഏത് കൃതിക്കാണ് അദ്ദേഹം പ്രഥമ സ്ഥാനം കൽപ്പിക്കുന്നത്? ഉത്തരം: ഊർസ്ലേം യാത്രാവിവരണം. അടുത്ത ചോദ്യം: നിലാവുള്ള രാത്രി, നീലവിശാലമായ ആകാശം, വെളിച്ചത്തിൻ്റെ മഞ്ഞപ്പൊട്ടുകൾ പോലെ നൂറായിരം നക്ഷത്രങ്ങൾ ജ്വലിക്കുന്ന തൂവെള്ളപ്പൊടിയായി പരിപൂർണ വൃത്തത്തിൽ ചന്ദ്രൻ. ഇങ്ങനെ തുടങ്ങുന്ന പ്രസിദ്ധമായ തിരക്കഥ ഏത്? ഉത്തരം: ഭാർഗവീ നിലയം. അടുത്ത ചോദ്യം: അവാർഡ് എന്ന പ്രക്രിയയെ വിമർശിച്ചുകൊണ്ടെഴുതിയ സ്വർണ്ണ മത്സ്യങ്ങൾ എന്ന ലേഖനം ഉൾപ്പെട്ട കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നൽകി ആദരിക്കുകയുണ്ടായി. കൃതി ഏത്? ഉത്തരം: ചിതയിലെ വെളിച്ചം. MN വിജയൻ്റെ കൃതിയാണ്. അടുത്ത ചോദ്യം: ശീർഷാസനം ആരുടെ കൃതിയാണ്? ഉത്തരം: MN വിജയൻ. അടുത്ത ചോദ്യം: കവിതയും മനഃശാസ്ത്രവും ആരുടെ കൃതിയാണ്? ഉത്തരം: MN വിജയൻ. അടുത്ത ചോദ്യം: വരകളും വർണ്ണങ്ങളും ആരുടെ കൃതിയാണ്? ഉത്തരം: KP അപ്പൻ. അടുത്ത ചോദ്യം: ചൊല്ലുള്ളതിൽ കവിഞ്ഞുള്ളതെല്ലാം ഡാഷ്. ഉത്തരം: അതിശയോക്തിയാം. അതായത് ചൊല്ലുള്ളതിൽ കവിഞ്ഞുള്ളതെല്ലാം അതിശയോക്തിയാം. അടുത്ത ചോദ്യം: ധർമാർത്ഥ കാമ മോക്ഷേഷു വൈചക്ഷണ്യം കലാസുജ പ്രീതിം കരോതി കീർത്തിം ച സാധുകാവ്യ നിബന്ധനം. ഈ അഭിപ്രായം ആരുടേതാണ്? ഉത്തരം: ഭാമഹൻ. അടുത്ത ചോദ്യം: ഏതിൻ്റെ വൈഭവത്താൽ മനസ്സിന് ഒരു ജ്വലിതത്വ പ്രതീതി ഉളവാകുന്നുവോ ആ ഗുണം ഡാഷ് ആകുന്നു? ഉത്തരം: ഓജസ്. അടുത്ത ചോദ്യം: ദണ്ഡിയുടെ അഭിപ്രായത്തിൽ കാവ്യത്തിന് കാരണമായി ഭവിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം? ഉത്തരം: നൈസർഗിക പ്രതിഭ, വ്യുൽപ്പത്തി, അഭ്യാസം. നൈസർഗികി ച പ്രതിഭ ശ്രുതം ച ബഹു നിർമ്മലം അമന്തച്ഛാഭിയോഗ്യോസ്യാഹ കാരണം കാവ്യസമ്പദഃ. ദണ്ഡിയുടെ വരികളാണ്. അടുത്ത ചോദ്യം: നാടകത്തിലും ഇതിഹാസത്തിലും ലിറിസിസം നിയന്ത്രിക്കണമെന്ന് അഭിപ്രായപ്പെട്ട ചിന്തകൻ ആര്? ഉത്തരം: അരിസ്റ്റോട്ടിൽ. അടുത്ത ചോദ്യം: പ്രതിഭയുടെ മുദ്രകളായി കോൾറിഡ്ജ് കരുതുന്നതെന്തെല്ലാം? ഉത്തരം: സംഗീതാത്മകത, വിഷയത്തിൻ്റെ തിരഞ്ഞെടുപ്പ്, ബിംബകൽപ്പന, ചിന്തയുടെ ആഴവും ഊർജവും. അടുത്ത ചോദ്യം: കവിത വികാരങ്ങളെ കെട്ടഴിച്ച് വിടലല്ല, വികാരങ്ങളിൽ നിന്നുള്ള മോചനമാണ്. അത് വ്യക്തിത്വത്തിൻ്റെ ആവിഷ്കാരമല്ല, വ്യക്തിത്വത്തിൽ നിന്നുള്ള മോചനമാണ്. ഈ നിരീക്ഷണം നടത്തിയത് ആര്? ഉത്തരം: TS എലിയട്ട്. അടുത്ത ചോദ്യം: സച്ചിദാനന്ദൻ്റെ ആക്ഷേപഹാസ്യ കവിതയുടെ പേര് എന്ത്? ഉത്തരം: കോഴിപ്പങ്ക്. അടുത്ത ചോദ്യം: കാരൂരിൻ്റെ ആദ്യത്തെ കഥ ഏത്? ഉത്തരം: ഭൃത്യവാത്സല്യം. അടുത്ത ചോദ്യം:
അവർ എന്തുകൊണ്ട് എഴുത്തും വായനയും പഠിച്ചില്ല? കൊമ്പനാനയുണ്ടായിരുന്ന ആനമക്കാർ എഴുതാനും വായിക്കാനും പഠിച്ചിരുന്നോ? പാമരമായ തലമുറകൾ. ഈ പരാമർശം വരുന്ന നോവൽ ഏത്? ഉത്തരം എൻ്റെ ഉപ്പുപ്പാക്കൊരാനയുണ്ടാർന്നു.